കോഴിക്കോട് റൂറൽ പോലീസ് പരിധിയിൽ പിടികൂടിയ മയക്കുമരുന്നും നശിപ്പിച്ചു. കേസുകളിൽ നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. 23 മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട 48.98 കിലോഗ്രാം കഞ്ചാവ്, 713.94 ഗ്രാം MDMA, മെത്താഫെറ്റമിൻ എന്നിവയാണ് നശിപ്പിച്ചത്. RV 11/24. നാടിനെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ് കത്തിച്ച് നശിപ്പിക്കുന്നത്. അതിൽ നിന്ന് എത്ര പേർക്ക് ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കും? നമ്മളിപ്പോൾ വായിച്ചു ഓരോന്നിനെയും തൂക്കം എത്രമാത്രം ഉള്ളതാണെന്ന്. രാഹുൽ KV വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കിയതിനെ പിന്നാലെ എത്ര പറഞ്ഞാലും അതിനെ അഭിനന്ദിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഓരോ തവണയും നമ്മൾ ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. എത്രമാത്രം ഇടങ്ങളിൽ നിന്നാണ് ഇതൊക്കെ പിടികൂടുകയും കത്തിച്ച് നശിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതെന്നാണ്. പക്ഷേ എറണാകുളം റൂറൽ പോലീസ് പിടികൂടി നടപടി പൂർത്തിയാക്കിയ മയക്കുമരുന്ന് കഞ്ചാവ് ഉൾപ്പെടെ കത്തിച്ച് ബ്രഹ്മപുരത്ത് വെച്ച് കത്തിക്കുന്ന ദൃശ്യങ്ങൾ വാർത്ത നമ്മൾ കണ്ടതാണ്. കോഴിക്കോട് റൂറൽ പോലീസ് പിടികൂടിയ മയക്കുമരുന്ന്, അതായത് കഞ്ചാവുണ്ട്, MDMA, മെത്താഫെറ്റമിൻ അടക്കം മറ്റു മയക്കുമരുന്നുകളൊക്കെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ തന്നെ നശിപ്പിച്ചിട്ടുള്ളത്. കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ കത്തിച്ച് നശിപ്പിക്കുകയും MDMA, മെത്താഫെറ്റമിൻ ഒക്കെ വെള്ളത്തിൽ ലയിപ്പിച്ചുമാണ് നശിപ്പിച്ചിട്ടുള്ളത്. അതായത് 23 മയക്കുമരുന്ന് കേസുകൾ, അതിന്റെ നടപടികളെല്ലാം പൂർത്തിയാക്കിയതാണ്. തുടർന്ന് ഈ വസ്തുക്കൾ ഗോഡൌണിൽ സൂക്ഷിച്ചതായിരുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നശിപ്പിച്ചത്. 48.98 കിലോഗ്രാം കഞ്ചാവും 713.94 ഗ്രാം MDMAയും മെത്താഫെറ്റമിനുമാണ് ഏതായാലും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ അതായത് ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ ആണ് ഇവ നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുള്ളത്. അക്ഷയ പറഞ്ഞതിൽ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിന് പിന്നാലെ ഈ റൂറൽ പരിധിയിൽ വലിയ രീതിയിൽ വ്യാപകമായി തന്നെ മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ട്, കേസുകൾ എടുത്തിട്ടുണ്ട്. ഇതുവരെ 369 കേസുകളാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മാത്രം കോഴിക്കോട് റൂറൽ പരിധിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച പേരാമ്പ്ര BFയിൽ അധ്യാപികമാർ ഉൾപ്പെട്ട ഈ മയക്കുമരുന്ന് കേസടക്കം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടിയത് കൂടിയാണ്. ഇതിലിപ്പോൾ ആ കഞ്ചാവൊക്കെ നശിപ്പിച്ച് കളയുന്നതിന്റെ ആ ദൃശ്യങ്ങൾ അടക്കമാണ് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്.